ഹലോ, ഞങ്ങൾ നാട്ടിലെത്തി. എൻ്റെ വീട്ടിലോട്ടായിരുന്നു പോയത്, ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറം. ഇപ്പം നമ്മളുടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്, നമ്മളുടെ വീട്ടിൽ കളത്തിപ്പടി വീട്ടിലോട്ട് വന്നിറങ്ങിയേ ഉള്ളൂ. വന്നിറങ്ങി ഞാൻ അകത്ത് കയറിയില്ല. പുറത്തോടെ ഓടി നടന്ന് എല്ലാം കാണുമായിരുന്നു. ചുക്കിലിയൊക്കെ പിടിച്ച് പുറത്ത് കിടക്കുന്നു, പിന്നെ മൊത്തം ചപ്പ് കിടക്കുന്നു. ആ പെൺകൊച്ചി ആഴ്ചയൊന്നും തൂത്തില്ലായിരുന്നു, അപ്പം മൊത്തം ചപ്പ് കിടക്കുന്നു. പിന്നെ എല്ലാ 2 പ്ലാവയിലും നിറച്ച് ചക്ക കായ്ച്ച് കിടക്കുന്നു. നമ്മളുടെ ആത്തച്ചക്കയെല്ലാം കിടക്കുന്നു. സപ്പോട്ട ഇതാ നിൽക്കുന്നു. പിന്നെ സപ്പോട്ട ഇഷ്ടംപോലെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ വാഴ ഒരെണ്ണം കുലച്ച് കിടക്കുന്നു. പിന്നെ എന്തുവാ പറയുന്നത്, കുറേ ചെടി കരിഞ്ഞു പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ആകെപ്പാടെ അന്താളിച്ച് നിൽക്കുക. ഇനിയിപ്പം നാളെ ആ പെങ്കൊച്ചിനോട് ഇന്ന് ഞാൻ വരും, അന്നേരം ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ തിരക്കായിരിക്കും, വന്നില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അവളെ വിളിച്ച് എല്ലാം ചെയ്യിപ്പിക്കണം. രാവിലെ എനിക്ക് ബാങ്കിൽ പോകണം, അക്ഷയയിൽ പോകണം, കൊറിയർ അയച്ച് കേക്ക്, തമിഴ്നാടിന് കേക്ക്, പ്ലം കേക്ക് കൊറിയർ അയച്ചു കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് രാവിലെ ഇറങ്ങണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയോട് വന്ന്, ഞാൻ വരുന്നതിന് മുമ്പ് അവളെല്ലാം വന്ന് ഇവിടെ നിന്ന് ചെയ്തോളും കേട്ടോ. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അവളെല്ലാം ചെയ്തോളും. അപ്പോൾ ഒത്തിരി ചെടികളും അതും ഇതുമൊക്കെ കട്ട് ചെയ്ത് നിർത്താനുണ്ട്. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചർച്ചിലൊക്കെ പോയിട്ട് ഇതാ എല്ലാം വെട്ടി നിർത്താനൊക്കെ ഉണ്ട്. എനിക്കെല്ലാം കൂടെ കണ്ടിട്ട് വല്ലാത്ത എല്ലാം കാണിക്കാവേ. ചർച്ചിൽ പോയിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ചെന്ന് ചോറും ഒക്കെ ഉണ്ടിട്ട് ഇതാ പിന്നെ ഇവിടെ വന്നിറങ്ങി കേക്കിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ആരൻ വന്ന ഉടനെ നമ്മുടെ പാട്ടൊക്കെ വെച്ചു. ക്രിസ്ത്യാനം 5 മണിയാകുമ്പോൾ വെക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ 4:30 ആയതേ ഉള്ളൂ പുള്ളി വെച്ചു. അപ്പോൾ ഇനി ചെടികളെല്ലാം നാളെ വെട്ടി നിർത്തണം. പിന്നെ മൊത്തം ചപ്പ കണ്ടോ. ആഴ്ചയിലൊന്നും വന്നാൽ കൊച്ച് തൂക്കുന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ തൂത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അതുകൊണ്ട് ഭയങ്കര ചപ്പ, പിന്നെ എല്ലാം ഭയങ്കര ഇതിൽ കിടക്കുക. ഇനിയിപ്പോൾ എനിക്ക് എല്ലാം മൊത്തം ഒന്നേന്ന് തുടങ്ങി നാളെ നിർത്തി പുള്ളിക്കാരിയെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം. കാണിക്കാൻ ഓരോന്ന്. നമ്മുടെ പടിഞ്ഞാറേ സൈഡാണ് ഇത്. മഞ്ഞക്കോളാമ്പിയൊക്കെ നിർത്തിയിരിക്കുക. ഇതെല്ലാം തൂക്കാൻ കിടക്കുക. ഇതൊരു തെങ്ങ് പുതിയത് വെച്ചിട്ട് നമ്മൾ പോകുന്നതിൻ്റെ അന്ന് വെച്ചിട്ട് പോയതാണ്. ഇതെല്ലാം വെട്ടി നിർത്താൻ കിടക്കുക. പെട്ടെന്ന് ഓടിച്ച് കാണിക്കാം, എനിക്ക് ഒത്തിരി പണിയാകത്തുണ്ട്. കേക്കിൻ്റെ പണി തുടങ്ങണം. സപ്പോട്ട ഉണ്ടോ, ഇത് മതിലേലൊക്കെ പുല്ല് കിളുത്ത് നിൽക്കുക, ഒക്കെ പറപ്പിക്കണം. ഇത് നമ്മളുടെ ബാംബു പ്ലാന്റ്. നടയെല്ലാം ചെടിയൊന്ന് മാറ്റി നടയെല്ലാം ഒന്ന് തേച്ച് കഴുകണം. പേര നമ്മുടെ കുടംപുടി. പെട്ടെന്നെല്ലാം കാണിക്കാവേ. ഇതാ മണി പ്ലാന്റ് ഞാനിതിലെ ഈ ഫെൻസിൽ കൂടെ കയറ്റി വിട്ടത്. ഇതാ കണ്ടോ. റംബുട്ടാനെല്ലാം മൊത്തം കമ്പിറക്കി നിർത്തിയായിരുന്നു, അതെല്ലാം തളിർത്തു. ക്രിസ്തീയ ഗാനം വെച്ചിട്ടുണ്ട്, അത് കാരണം ഞാൻ ഇനിയിപ്പോൾ വോയിസ് ഇടാം, അല്ലെങ്കിലേ കോപ്പിറൈറ്റ് വരും. ഇത് താഴത്തെ തൊടിയിലെ തെങ്ങ്, ഇരുമ്പപ്പുളി, പിന്നെ ഇത് റംബുട്ടാൻ, ആത്തച്ചക്ക, വാഴ ഒരെണ്ണം കുലച്ച് അവിടെ നിൽപ്പുണ്ട്. ഇത് 2 ആത്ത വാതിക്കയുണ്ട്. അത് കണ്ടോ, ഒരു വാഴ കുലച്ച് കിടക്കുന്നു കണ്ടോ. അങ്ങനെ എല്ലാം ഇപ്പോൾ കണ്ടോണേ.